തൃശൂർ എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് നൽകിയ കാർ തിരികെ ചോദിച്ചതിന് ഉടമയെ കാറിന്റെ ബോണറ്റിൽ കിടത്തി വാഹനം ഓടിച്ചു. ആലുവ സ്വദേശി സോളമനെയാണ് ബോണറ്റിൽ കിടത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്. കുറ്റൂർ സ്വദേശി ബക്കറിനെതിരെ കേസെടുത്തു. ദൃശ്യങ്ങളൊന്നും കാണാൻ മതി. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്റെ വീടിനടുത്തുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടേ വണ്ടിയാണ്. അതിനുശേഷം ഈ വണ്ടി ആള് ഒരു മാസത്തേക്ക് മകളുടെ കല്യാണം കഴിഞ്ഞവരെ വേണം പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോ എന്റെ വീടിനടുത്തുള്ള വർക്ക്ഷോപ്പാരുടെ പരിചയത്തിന് പുറത്ത് ഞാൻ ആ വണ്ടി ആൾക്ക് കൊടുത്തു. പിന്നെ അതിനുശേഷം ഈ വണ്ടി തിരിച്ചരുന്നില്ല, വണ്ടി വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. അതിനുശേഷം ഈ വണ്ടി ഞാൻ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇയാളുടെ വീടിന്റെ അടുത്ത് വന്നപ്പോൾ ആ വണ്ടി അവിടെ കണ്ടില്ല. പിന്നെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ തടഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ എന്നെ ഇടിച്ചിട്ടിട്ട് ആ വണ്ടി കൂടി കടന്നു ശ്രമിച്ചപ്പോൾ ഞാൻ അതിന്റെ ബോണ്ടേക്ക് കയറി പിടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം തന്നെ ആള് ഓടിച്ചുകൊണ്ടിരിക്കുകയും എരുമപ്പെട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി വട്ടം വന്ന് തടയുകയും അതിനെ തുടർന്ന് വണ്ടി നിർത്തുകയും ചെയ്തു. എന്നെ കൊല്ലപ്പെടുത്താനാണ് ആൾ ശ്രമിച്ചിരുന്നത്. സൂരജ് 10-15 കിലോമീറ്റർ ഇങ്ങനെ ബോണറ്റിൽ ഈ സോളമൻ യാത്ര ചെയ്തോന്നാണോ? എന്തൊരു കഷ്ടമാണ്. അശ്മി, 1-2 ഒരു 7 കിലോമീറ്ററിലധികം ദൂരം ഇത്തരത്തിൽ ഈ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന് സോളമാന ഈ മരണം മുന്നിൽ കണ്ട് യാത്ര ചെയ്യേണ്ടി വന്നു. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇത്രയും ദൂരമൊക്കെ എങ്ങനെ ഈ ബോണറ്റിൽ മരണം മുന്നിൽ കണ്ട് പിടിച്ചു കിടക്കാൻ കഴിയും എന്ന അത്ഭുതം തോന്നിപ്പോകും. ഈ എരുമപ്പെട്ടിയിൽ എത്തിയ സമയത്ത് നാട്ടുകാരാണ് ഈ വാഹനം തടഞ്ഞു നിർത്തുന്നത്. എരുമപ്പെട്ടി പോലീസിന് സമീപത്ത് നാട്ടുകാർ മറ്റു വാഹനങ്ങൾ കൊണ്ടുചെന്നിട്ട് ഈ വണ്ടിക്ക് കുറുകെയിട്ടാണ് ഈ കാർ തടഞ്ഞു നിർത്തുന്നത്. പിന്നീട് എരുമപ്പെട്ടി പോലീസിന് ഈ പ്രതി ആയിട്ടുള്ള ബക്കറിനെ കൈമാറുകയും ചെയ്തത്. കഴിഞ്ഞ മാസമാണ് ഈ ആലുവ സ്വദേശിയായിട്ടുള്ള സോളമാൻ ഈ ബക്കറിന് കാർ നൽകുന്നത്. മകളുടെ ആവശ്യത്തിനെന്ന് പറഞ്ഞാണ്, വിവാഹാവശ്യത്തിനെന്ന് പറഞ്ഞാണ് ഈ കാർ വാങ്ങുന്നത്. പക്ഷേ ഈ കാർ ലഭിക്കുന്നില്ല. അങ്ങനെ ഈ സോളമാൻ ബക്കറിനെ തിരഞ്ഞ് ഈ വെള്ളറക്കാട് ഈ ബക്കറിന്റെ വീടിനടുത്തെത്തുകയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ വാഹനം ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രധാന പാതയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാർ അവിടെ വെച്ച് കാണുന്നു. ഈ വാഹനം തടഞ്ഞു നിർത്തി സംസാരിക്കുന്നതിനിടയിലാണ് ഈ വാഹനം മുന്നോട്ടിടിച്ച് എടുത്ത് സോളമാനെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചത്. ഇതോടുകൂടി ബോണറ്റിൽ തൂങ്ങി പിടിക്കുകയായിരുന്നു. ബോണറ്റിൽ കൈകൾ ഉപയോഗിച്ച് പിടിക്കുന്നു. പിന്നീട് ഈ വാഹനം ഓടിച്ച് 7 കിലോമീറ്റർ ദൂരം പോയി എന്നുള്ളതാണ്. ഈ വാഹനം നിർത്താൻ പലതവണ ഈ സോളമാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ബക്കറാകട്ടെ ഈ വാഹനം നിർത്തുകയും ചെയ്തില്ല. ഈ എരുമപ്പെട്ടിക്ക് സമീപത്തെത്തുന്ന സമയത്ത് ഈ പലരും നാട്ടുകാരെല്ലാവരും ഈ വാഹനം കാണുന്നു. അങ്ങനെ ഈ നാട്ടുകാർ തന്നെ മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് ഈ കാറിനെ പിന്തുടർന്ന് വന്ന് ഒടുവിൽ ഈ കാറിന് കുറുകെ ആ വാഹനങ്ങൾ ഇട്ടാണ് തടഞ്ഞു നിർത്തുന്നത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഇവർ ഈ വാഹനം തടയുന്നത്. പിന്നീട് എരുമപ്പെട്ടി പോലീസ് എത്തുകയും ഈ ബക്കറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ കേസെടുത്ത് തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അല്ല, ഈ സൂരജ് കാറിനകത്തിരുന്ന് കാർ ഓടിക്കുന്ന ബക്കർ മുന്നിൽ ബോണറ്റിൽ ഒരു മനുഷ്യജീവനുണ്ട് എന്ന ഒരു ഭാവഭേദവും ഇല്ലാതെ കൂളായിട്ടുള്ള വണ്ടി ഓടിക്കുകയാണ്. സാധാരണക്കാർക്ക് പറ്റുന്ന പണിയാണോ? അപ്പൊ ഈ ബക്കർ ആരാണ്? ബക്കറിന്റെ പരിപാടികൾ എന്താണ്? അശ്മി, അത് തന്നെയാണ്. അതായത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. ആ സമയത്ത് സോളമാൻ വിളിച്ചു പറയുന്നുണ്ട്, വാഹനം നിർത്തൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് ഒരു വേള കൈവിട്ട് പോയാൽ ജീവൻ നഷ്ടപ്പെടും. അതായത് ഈ മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെയുള്ള നിമിഷത്തിലൂടെയാണ് സോളമാൻ ആ 7 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ചത്. എത്രമാത്രം അപകടമായിരുന്നു എന്നുള്ളതാണ്. അത് കണ്ടു നിന്നവർക്കത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് തങ്ങൾ അപകടമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഈ വാഹനം എടുത്ത് ഈ കാറിന് പിന്നാലെ ചെന്നതും ആ വാഹനത്തിന് കുറുകെയിട്ട് ഈ കാർ തടഞ്ഞു നിർത്തിയതെന്നുമുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ സോളമാൻ അടക്കം ഇത് പറയുന്നുണ്ട്. പക്ഷേ നിർത്തുന്നില്ല. അവിടെ ഒരു പ്രകോപനം ഉണ്ടാകാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഈ വാഹനം കൊണ്ടുപോകുന്ന വാഹനം കിട്ടാതായതോടുകൂടിയാണ് സോളമാൻ അത് അന്വേഷിച്ചു വരുന്നത്. അങ്ങനെ അന്വേഷിച്ച് വന്ന് തടഞ്ഞു നിർത്തി സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാഹനം എടുത്ത് ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു, മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ വീഴാതിരിക്കുന്നതിന് വേണ്ടി, വാഹനത്തിന്റെ ഇടിയുടെ ആഘാതം ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി ബോണറ്റിൽ ചാടി പിടിക്കുന്നത്. അതോടുകൂടി വാഹനം നിർത്താതെ ഓടിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. എരുമപ്പെട്ടിയിൽ നാട്ടുകാർ ഈ വാഹനം തടഞ്ഞില്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു അപകടത്തിലേക്കൊക്കെ നീങ്ങാം. കാരണം ആ വാഹനം പിന്നീട് പോകുന്നത് ഏറെ ദൂരം സഞ്ചരിച്ച് കുന്നംകുളം ഭാഗത്തേക്ക് പോകാൻ കഴിയും. എന്തായാലും നാട്ടുകാർ ഒരു സമയോചിതമായ ഇടപെടൽ, അതാണ് ഒരു വലിയ അപകടം ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ബക്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കേസെടുത്ത് തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് എരുമപ്പെട്ടി പോലീസ് അറിയിക്കുന്നത്. കാശ്മീർ അത് വധശ്രമത്തിനടക്കം കേസെടുക്കേണ്ട കേസാണ്, വകുപ്പാണ് എന്നാണ് തോന്നുന്നത്. കാര്യം ഇപ്പോൾ ഒരാൾ വാഹനം തടഞ്ഞ് ബോണറ്റിന്റെ മുകളിലേക്ക് വീണു. അത് അയാളെ വെച്ചുകൊണ്ട് 8-10 കിലോമീറ്റർ വണ്ടി ഓടിക്കുക ഒരു ഭാവഭേദവും ഇല്ലാതെ. അപ്പോൾ ചിലർക്കാരനല്ല ബക്കർ. അപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് പോലീസ് പരിശോധിക്കട്ടെ. എന്തായാലും നാട്ടുകാർ തടഞ്ഞത് കാരണം ഒരുപക്ഷെ സോളമന് ജീവിതം തിരിച്ചു കിട്ടിയെന്ന് വേണം പറയാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും അങ്ങോട്ടേക്ക് 8 കിലോമീറ്റർ ഓടിച്ച ആൾ 10 കിലോമീറ്റർ ഓടിക്കില്ലെന്ന് ആര് കണ്ടു? അതിനിടെ വണ്ടി തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ എന്താകുമായിരുന്നു അവസ്ഥ?
അതൊന്നും ഉണ്ടായില്ല, ഭാഗ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.